ഞാൻ നിങ്ങളുടെ ഭാര്യയുടെ കൂടെ എൻജോയ് ചെയ്തിട്ട് വരാം. മനസ്സിലായോ? വിഷമമുണ്ടോ കരയ്. ഇതിങ്ങനെയൊന്നും തുടങ്ങുന്ന ഒരു ട്രിപ്പല്ല, ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഇന്നലെ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വേതയുടെ പാസ്പോർട്ടിന് 6 months വാലിഡിറ്റി ഇല്ലാന്ന് ഇന്നലെ നമ്മൾ വെബ് ചെക്കിൻ ചെയ്യുമ്പോഴാണ് മനസ്സിലായത്. പോകാൻ പറ്റുമോ ഇല്ലേ, നമ്മുടെ ഈ ഗേൾസ് ട്രിപ്പ് നടക്കും. കാരണം നമ്മൾ 4 പേരും കൂടി ഒരുമിച്ച് പ്ലാൻ ചെയ്ത ട്രിപ്പായിരുന്നു. ഈ ഒരു പോയിന്റ് എത്തിയപ്പോഴാണ് കറക്റ്റ് നമുക്ക് മനസ്സിലായ ശ്വേത കയറി ചെക്കിൻ ചെയ്തു, കുഴപ്പമൊന്നുമില്ല. സോ ബേസിക്കലി ഒരു ടേഴ്സും സങ്കടവും ആകെ മൊത്തം ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ലാണ്ടാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു പോയിന്റ് തൊട്ട് എക്സൈറ്റ്മെന്റ് വന്നു. സോ അതായിരുന്നു ആ ഒരു മൂകത. ഹലോ ഗൈസ്, എനിക്കറിയാം ഞാൻ വീഡിയോ എടുത്തിട്ട് കുറേ കാലമായി. നിങ്ങൾക്ക് കേൾക്കാനുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു സെറ്റിംഗ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ സംഭവം എന്ന്. യെസ് ഗൈസ്, ഞാൻ ട്രിപ്പ് പോവാം. യെസ്, അപ്പോൾ നമ്മൾ ട്രിപ്പ് പോവാണ്. ട്രിപ്പ് എവിടേക്കാണ് പോകുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. വ്ളോഗ് മര്യാദയ്ക്ക് എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ സമയം വളരെ കുറവായിരുന്നു. സത്യം, സാങ്കേതിക തടസ്സങ്ങൾ കാരണം. അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരുന്നതായിരിക്കും. പക്ഷേ എൻ്റെ കൂടെ ആരാളെ മിഷേൽ ബാർബോസ ഈ ട്രിപ്പ് എന്തിനാണ്, എങ്ങനെയൊക്കെ ഉണ്ടായി എന്നുള്ളതൊക്കെ ഫുൾ പറയുന്നതായിരിക്കും. നമ്മൾ രണ്ടുപേരും മാത്രമല്ല, വേറെ 2 പേരും കൂടി ഉണ്ട്, പക്ഷെ അവരിവിടെ ഇല്ല. സോ ബിക്കോസ് ഓഫ് ദാറ്റ് നമ്മൾ ജസ്റ്റ് ഇൻട്രഡക്ടറി വ്ളോഗായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇത് നമ്മൾ കുറേ കാലങ്ങളായിട്ട് പ്ലാൻ ചെയ്ത ട്രിപ്പാണ്. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ലാസ്റ്റ് ഡിസംബർ തൊട്ട് നമ്മൾ ഈ സ്ഥലം പോകണം എന്ന് വെച്ചാൽ ഇറ്റ്സ് എ വെരി പോപ്പുലർ പ്ലേസ്. എനിക്ക് തോന്നുന്നു മിക്ക ആൾക്കാർക്കും അറിയുന്നുണ്ടാവും, മിക്ക ആൾക്കാരും വിചാരിക്കുന്നു ഓ ഇവിടെയാണോ പോകുന്നതെന്ന്. ബട്ട് യാ, ദാറ്റ്സ് തിങ്, ബിക്കോസ് വി വാണ്ടഡ് ടു ഗോ ദെയർ, വി ആർ ഗോയിങ് ദെയർ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ പിന്നെ പറയുന്നതായിരിക്കും ഗൈസ് വെൻ വി ടച്ച് ഡൗൺ. സോ യെസ്, ദാറ്റ് ഈസ് ഇറ്റ്. സമയം ഇപ്പോൾ 11:10 ആവുന്നു. നമ്മുടെ ഡിപ്പാർച്ചർ ടൈം ആയിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ ഈ വ്ലോഗ് എങ്ങനെ പോകുന്നു എന്നുള്ളത്. ഓക്കെ, സോ അതുവരെ ബൈ ഗൈസ്. എനിക്ക് ദുബായും അതേപോലെ സിംഗപ്പൂർ എയർപോർട്ടും. ഇത് തേർഡ് വേൾഡാണ്. അപ്പൊ നമ്മളാണ് ഒരു ഹായ് പറഞ്ഞിട്ട് എന്റെയിലെല്ലാം ഉണ്ട്. സച്ചുവിന്റെ ഞാൻ കയ്യും കാലും പിടിച്ച് കട എടുത്തിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മൾ എവിടെയാണ് പറഞ്ഞുതരാം എവിടെയാണെന്നുള്ളത്. അതെ, ഇപ്പൊ ഡീസൽ സമയം ഇപ്പോൾ എത്ര മണിയായി എന്നിട്ടു സമയം കുറച്ച് സമയം അറിയില്ല. എന്തായാലും ഒരു ക്ലൂ തരാം. നമ്മുടെ കൺട്രീൻ്റെ 2 hours അഹെഡാണ് ഈ 1.5 2 ഇല്ല തോന്നുന്നു 1.5 അഹെഡാണ് ഈ ഒരു സ്ഥലം. ഓക്കെ, ഈ ഒരു സ്ഥലം ആൾക്കാരെ കാണിച്ചൊരു സ്ഥലം മനസ്സിലാവും. സോ യെസ്, നമ്മളിപ്പോൾ ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ്. ആൻഡ് യെസ്, നമുക്ക് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. എടുക്കണതൊക്കെ ഇതാണ് നമ്മുടെ റൂമിന്റെ മുമ്പിൽ ഒരു ജയന്റ് വീൽ. വാവ്, നോട്ട് ബാഡ്. ഗൈസ്, നമ്മളപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത് 7-Eleven. യെസ്, 7 days 11 മണിക്കൂർ, അങ്ങനെയാണോ അതിൻ്റെ അത്? എനിക്കറിയില്ല. അതെ, ഡോണ്ട് കോട്ട് മീ ഓൺ ഈ ഒരു എൻട്രൻസിനാണ് ഞാൻ പറയണ്ടായിരുന്നത്. ഈ എൻട്രൻസ് അതെ സെയിം ഹോട്ടൽ.
ഇറ്റ് ഹാഡ് എ ഡിഫറെന്റ്. ഇത് പട്ടായ സെക്കൻഡ് റോഡ് എക്സിറ്റ്, ഇത് ബീച്ച് റോഡ് എക്സിറ്റ്. ഓക്കെ സോറി, നമ്മൾ അതിൻ്റെ ഇടയിൽ ഇതായി പോയി. അപ്പോൾ നമ്മൾ നമ്മുടെ ഹോട്ടലിൻ്റെ മുമ്പിൽ 7-Eleven തപ്പി നടക്കുകയാണ് ഗൈസ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, അപ്പോൾ അത് കഴിച്ചിട്ട് വേണം കുറച്ച് നേരം കിടന്ന് ഉറങ്ങാൻ. ഉറങ്ങുമില്ലെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഇങ്ങനെ ഉറങ്ങും, അത് ഉറപ്പാണ്. കണ്ടില്ലേ sleep deprived was a person, this is how it would look like. Okay, അപ്പോൾ നമ്മൾ വെയിലുണ്ട്, സൺഗ്ലാസ് എടുക്കുമായിരുന്നു. സാറില്ല പോട്ടെ, ഇറ്റ്സ് ഓക്കെ. നമ്മൾ 7-Eleven തപ്പി നടക്കുവാണ് ഗൈസ്. ബാക്കി വിശേഷങ്ങൾ 7-Eleven എത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഇതാണ് നമ്മുടെ 7-Eleven. ഇതൊരു നമ്മുടെ എന്താ പറയുക, ഒരു സ്റ്റോർ പോലെയാണ്. ഐ വുഡ് സേ ലൈക്ക് കൺവീനിയൻസ് ചെയിൻ സ്റ്റോർ. ഇവിടെ എപ്പോഴും ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ഒരു സ്ഥലമാണിത് ഗൈസ്. ഞാൻ കണ്ടു ഒരു കാഫേ. സ്മെൽസ് ലഡ്ഡു പൊട്ടി കണ്ട പോലെ കൺവീനിയൻസ് ഐറ്റംസ്. അയ്യോ, ഇതൊക്കെ അടിപൊളി സാധനമാണ് ഗൈസ്. സിറംസ് ആൻഡ് എവറിത്തിങ് ഇസ് ദേർ. ഷാംപൂ, ഇത് നല്ല നല്ല ഐറ്റമാണ്. ഇവിടെ വന്നിട്ട് വേറെ തന്നെ ഒരു വ്ളോഗ് ചെയ്യേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് യെസ്, ലെറ്റ്സ് സീ എന്താണ് ഇവിടെ കഴിക്കാനുള്ളതെന്ന് നമുക്ക് നോക്കാം. സോ ഇതാണ് അവരുടെ ഒരു സെക്ഷൻ ഓഫ് വാട്ട് എവർ ദേ ഹാവ്, ദാറ്റ് ഈസ് ദെയർ. ഇതിന് ഇപ്പോൾ എന്തെങ്കിലും നൈസായിട്ടുള്ള എടുക്കണം. ലൈക്ക് ഇവിടെ കണ്ടോ, വി ഹാവ് ലൈക്ക് ഈവൻ ഫ്രൂട്ട്സ് ഓൾസോ. പ്ലംസ് ഒക്കെ തന്നെ ബാട്ട് പ്രൈസ് അവിടെ എഴുതിയിട്ടുണ്ട്. ഇറ്റ്സ് ലൈക്ക് 52 ബാട്ട്, വിച്ച് ഇസ് ക്വൈറ്റ് നോട്ട് ബാഡ്. ഹൈ, നമ്മുടെ ചക്കയല്ലേ ഇത്? അമ്മ ചക്കയൊക്കെ ഉണ്ട് ഗൈസ് ഇവിടെ. അവിടെ വെച്ചേക്കണെന്നറിയോ ആ ഫാൻറ്റ? ഇത് അതെന്താണെന്നറിയോ? ബേസിക്കലി അത് ഷ്രൈൻസ് ആണ്. അപ്പം അവിടെ അവർ ഒന്നും മിണ്ടാതിരിക്കട്ടാ. ദാറ്റ്സ് ലൈക്ക് അവരുടെ വലിയ ഹോളി സ്ഥലങ്ങളൊക്കെയാണ്. ബേസിക്കലി അവരുടെ എന്താ പറയാ, ഗോസ്റ്റ്, ലൈക്ക് അവരുടെ ആൻസസ്റ്റേഴ്സ് ഇവരുടെ കൂടെ ഉണ്ട്. അപ്പം അവർക്ക് അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവരവിടെ വെച്ചിരിക്കുന്നത് ആ ഫാൻറ്റ. അതാണ് സംഭവം ഗൈസ്. നമ്മൾ 7-Eleven പോയി കുഞ്ഞൊരു പർച്ചേസ് നടത്തിയപ്പോഴേക്കും നമുക്ക് കിട്ടി ഒരു കുഞ്ഞി സ്റ്റിക്കർ. ഈ സ്റ്റിക്കറിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എപ്പോൾ വേണമെങ്കിലും റെഡീം ചെയ്യാം. സോ ഐ തിങ്ക് ദിസ് ഇസ് ലൈക്ക് 1 ബാത്തിൻ്റെ സ്റ്റിക്കർ ആൻഡ് ഐ തിങ്ക് വി ക്യാൻ റിഡീം ഇറ്റ് എനി ടൈം. സോ അതാണ് ഈ സ്റ്റിക്കേഴ്സിൻ്റെ ഗുണം. നമ്മൾ ഫുഡൊന്നും അങ്ങോട്ട് വാങ്ങിച്ചില്ല അവിടുന്ന്, ബിക്കോസ് ഇപ്പോഴത്തൊരു കാഫേ കണ്ടു. സോ വി തോട്ട് ലൈക്ക് എന്നാൽ പിന്നെ ആ കാഫേയിലും കൂടി ഒന്ന് കയറിയിട്ട് വിൽ ട്രൈ ഇവിടുന്ന് വാങ്ങിക്കണോ അവിടുന്ന് വാങ്ങിക്കണമെന്ന്. കാരണം ഇന്ന് ഒന്നും കഴിച്ചിട്ടില്ല മര്യാദയ്ക്ക്. സോ വി തോട്ട് ലൈക്ക് ബ്രേക്ക്ഫാസ്റ്റ് ലൈക്ക് എ കിങ് എന്നല്ലേ പ്രമാണം, അല്ലേ നട്ടു? ഒന്നും കേട്ടിട്ടില്ല. നമ്മളൊരു കാഫേയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ കാഫേയിൽ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നേക്കാണ്. Shweta, what are you having? I'm having English breakfast. Classic Americano on the side. Okay, classic English breakfast. നമ്മുടെ ബിഗ് ബീൻസ്, മഷ്റൂം, സോസേജ്, ചെറി ടൊമാറ്റോ, Chicken sausage ആയിരിക്കും. പോർക്ക് ആവാൻ ചാൻസ് ഉണ്ടോ? You can't? I can't. Sorry. I'm not sure. പോർക്ക് ചിക്കൻ ആയിരിക്കും. ഒരു പീസ് നിങ്ങൾ കഴിക്കണ്ട, വേറൊരാൾക്ക് കൊടുക്കും. അത് കഴിക്കാൻ പറ്റില്ല. അല്ല കഴിക്കില്ല. കണ്ടിട്ട് എന്താ തോന്നുന്നത്? പോർക്ക് സോസേജ്. ഓക്കെ, എനിക്കറിയില്ല. നട്ടു, what are you having? English breakfast with cappuccino. Okay, Michelle ചേച്ചി, what are you having? Guys, ഇത് കഴിക്കൂ. സോറി, ബേക്കൻ അങ്ങനെ പറയൂ. ഇത് സ്ലീപ്പ് ഡിപ്രൈവ്ഡ് ആയിട്ട് ചില പ്രശ്നങ്ങളാണ്, വേറെ ഒന്നുമില്ല. ഹൗ വാസ് യുവർ ഡ്രിങ്ക് ദോ? എന്തായിരുന്നു? വാട്ട് ഡിഡ് യു ഹാവ്? Cappuccino. Okay, cool. ഞാൻ എൻ്റെ ഹാൻഡി ഡാൻഡി ലാറ്റെ. ഐ എം നോട്ട് എ കോഫി പേഴ്സൺ, ബട്ട് സ്റ്റിൽ ഐ ജസ്റ്റ് ഹാവ് ഇറ്റ്. വെൽക്കം ഡ്രിങ്കും കൊണ്ട് വരുന്നുണ്ട്. ആ മുഖം കണ്ടറിയാം. ഷീസ് എൻജോയിങ് ഇറ്റ്. ഇതെന്ത് ജ്യൂസാണ് ശ്വേത? പണ്ടാരം ജ്യൂസ്. റെഡി. ഇതെന്താ ഒരു മറ്റേ കടലയുടെ മണം. ഇത് മൈനല്ല മോളെ, ഇത് വെറും ജ്യൂസ്. എനിക്ക് മറ്റേ നമ്മുടെ മറ്റേ സാധനം ചെയ്യും പണ്ടാരം.
pandan, അല്ല longan. അല്ല മറ്റേ അല്ല മറ്റേ പനനോങ്കിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് പോലെ തോന്നുന്നു. പനനോങ്ക് അറിയില്ലേ? പനനോങ്ക് ബൈലോ ബൈലി ടേസ്റ്റ്. അയ്യോ നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എന്തോ പോലെ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ ഇനി കുറച്ച് സ്വിമ്മിങ് ചെയ്യാമെന്ന് വിചാരിച്ചു ഗൈസ്. കണ്ടില്ലേ നമ്മൾ സ്വിം ചെയ്യാൻ റെഡിയാം. ആസ് യു ഓൾവേസ് നോ, വാട്ടർ കണ്ടാൽ എനിക്കൊരു വീക്ക്നെസ് ആണ്. സോ നമ്മൾ ഇനി കുറച്ച് സ്വിമ്മിങ് പരിപാടികളാണ്. ആൻഡ് വലിയ പൂളൊന്നും അത്ര വലിയ ഡീപ്പ് പൂളൊന്നും അല്ല, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അല്ല എനിക്ക് കുറച്ച് ഡീപ്പ് പൂളാണ് ഇഷ്ടം, പക്ഷെ എന്നാലും ഉള്ളത് കൊണ്ടല്ലേ ഓണം. പിന്നെ നമ്മുടെ നട്ടു ഇവിടെ സൺബാത്ത് ചെയ്യുന്നതായിരിക്കും, കണ്ടില്ലേ? വെയിലില്ലാത്ത സ്ഥലത്ത് നോക്കി സൺബാത്ത് ചെയ്യുന്നതായിരിക്കും. സോ യെസ് ഗൈസ്, ലെറ്റ്സ് ഗോ. ഗൈസ് സ്വിമ്മിങ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഒരു ഷവർ ആവാം. നല്ല പൂളാണ്. ആദ്യമൊക്കെ കുറച്ച് തണുത്തായിരുന്നു ഭയങ്കരമായിട്ട്, പക്ഷേ ഇപ്പോൾ ഓക്കെയാണ്. കാരണം വെയിലുണ്ട്, പക്ഷെ ഐ ലൈക്ക് ദ വെയിൽ. ഞാൻ യൂഷ്വലി ടാൻ ആവാറില്ല, പകരം ഞാൻ സൺബേൺ ആണ് അടിക്കാറുള്ളത്. ഒരുമാതിരി റെഡ് ടൊമാറ്റോ പോലെയാവും. ഇതൊക്കെ ഫൈൻ. ഞാൻ സൺസ്ക്രീനൊക്കെ തേച്ചിട്ടുണ്ട്. സോ ഏറ്റവും വലിയ കോമഡി ഈസ് നട്ടുവാണ് ഏറ്റവും കൂടുതൽ സ്വിം ചെയ്തിട്ടുള്ള കാര്യം. ഇപ്പോൾ നട്ടുവിനെ അവിടെ വെയിലടിച്ചിട്ട് പെണ്ണെ പ്രാഗിക്കൊണ്ടിരിക്കുന്നുണ്ട് നട്ടു. ഈ പെണ്ണിന് മത്സ്യക്കാൻ നട്ടുവിന് വെയിൽ അലർജിയാ. നട്ടുവിന് വെയിലടിക്കാൻ വയ്യ, ടാൻ ആവാൻ വയ്യ. സോ നട്ടുവിനെ അവിടെ ഇരിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി റൂമിൽ പോവാം. നട്ടു പോവല്ലേ? യെസ് സെറ്റ്സ് ഗൈസ്. ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഡ്രസ്സപ്പ് ഒക്കെ ചെയ്ത് നമ്മൾ ലഞ്ച് കഴിക്കാൻ പോവാണ് ഗൈസ്. ആൻഡ് വെർ ആർ വി ഗോയിങ്? നമ്മൾ 3 Mermaids എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്. ഇറ്റ്സ് ലൈക്ക് എ ബീച്ച് സൈഡ് റെസ്റ്റോറൻറ്റ്. സോ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഔട്ട്ഫിറ്റ് ചെക്ക് ഞാൻ കാണിക്കുന്നതായിരിക്കും ഗൈസ്, ബിക്കോസ് എൻ്റെ ജീവിതത്തിൽ ഔട്ട്ഫിറ്റ് ചെക്ക് അല്ലാണ്ട് വേറെ എന്താണുള്ളത്? ഇൻസ്റ്റഗ്രാമിനും ഔട്ട്ഫിറ്റിനും മാത്രമാണ് ഉള്ളത്. ആൻഡ് ഞാൻ ബാക്കിയുള്ളവരുടെ ഔട്ട്ഫിറ്റ് ചെക്സ് കാണിച്ചു തരാം ഗൈസ്. ചെക്ക്. അയ്യോ ചേച്ചി ഔട്ട്ഫിറ്റ് ചെക്ക്. ഓക്കെ ശ്വേത ഔട്ട്ഫിറ്റ് ചെക്ക്. എന്നുവെച്ചാൽ എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ഇവരൊക്കെ ഞാൻ എന്താ പറയാ, ഈ ട്രിപ്പോടെ ഒരു വ്ളോഗേഴ്സ് ആക്കി മാറ്റുന്നതായിരിക്കും ഗൈസ്. ഒന്നല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമേഴ്സ് അല്ലെങ്കിൽ വ്ളോഗേഴ്സ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് മാറ്റിക്കും. അല്ലെങ്കിലും നിങ്ങൾ എൻ്റെ കൂടെ വരുമോ? പിന്നിൽ തന്നെയാണ് ബീച്ച്. ഇറ്റ് ലുക്സ് സോ പ്രിറ്റി. ലൈക്ക് എനിക്ക് പിന്നെ ഈ ബീച്ചസ് വെള്ളം എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഐ എം അറ്റ് ഹെവൻ. സച്ച് എ ബീച്ച് ബേബി പേഴ്സൺ ആണ് ഞാൻ. ആൻഡ് ഇറ്റ്സ് സോ പ്രിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഗിവ്സ് യു എ വെരി, എനിക്കറിയില്ല, ഇറ്റ് ഗിവ്സ് മീ എ വെരി സൂത്തിങ് വൈബ്. ഇപ്പോഴത്താണെങ്കിലും ഫുൾ ഈസ്തറ്റിക്സാണ്. ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് സോ പ്രിറ്റി. ഒരു നൈറ്റ് വാക്കിനൊക്കെ പോകാൻ പറ്റിയ സ്ഥലമാണ്. വി ആർ പ്ലാനിങ് ടു ഗോ ഓൺ എ നൈറ്റ് വാക്ക് ഹിയർ. ലൈക്ക് ജസ്റ്റ് ലുക്ക് അറ്റ് ദ വ്യൂ. ഓക്കെ ഓക്കെ ഇറ്റ്സ് ഗോണ ബി ലൈക്ക് ദാറ്റ് കണ്ടില്ലേ. ആൻഡ് the beaches look very clear from here. എങ്ങനെയാണ് അവരുടെ വാട്ടർ സിസ്റ്റം? എന്തായാലും നല്ലതായിരിക്കും. I think the waters are gonna be great and I'm just so thrilled to be here guys. It is so nice. കണ്ടില്ലേ ആൾക്കാരൊക്കെ ചിൽ ചെയ്ത് ബീച്ച് സൈഡിൻ്റെ അവിടെ ഒരു എന്താ പറയുക റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. There are like different lanes that provide you like different things. There are like, you know, resto bars here. A very nice place to chill and relax. പട്ടായ കയറ്റം കയറിക്കൊണ്ടിരിക്കുന്നു. ഇതെവിടെ ഊട്ടിയിലേക്ക് എത്തുമോ? അയ്യോ എനിക്ക് ടെൻഷനാണ്. നല്ല വളവും തിരിവുള്ള വഴി. ഹായ് ഒറ്റയ്ക്കൊരു പട്ടി ഓടി വരുന്നു. അമ്മി ഗൈസ് നല്ല നല്ല ഫണ്ണാണ് ഗൈസ്. എനിക്കൊന്നും പറയാനില്ല. ആ ബെസ്റ്റ്. ഇവിടെ ഒരുത്തേക്ക് ലിപ്സ്റ്റിക്ക്. ഞാനിവിടെ വണ്ടി മുമ്പോട്ട് പോവില്ലെന്ന് ആലോചിച്ചോണ്ടിരിക്കും. ഗിയറൊക്കെ വലിച്ചിട്ട് പോകുന്നൊരു ശബ്ദം കേൾക്കാനുണ്ട്. അതോ തന്നെ മനസ്സിലാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ ആ കയറ്റം കയറി ഗൈസ്. ഇനി അടുത്ത കയറ്റം. ഓ ആ കയറ്റം നോക്ക്. അതൊരു 1.5 കയറ്റാട്ടോ. ഇത് പിന്നെ കുഴപ്പമില്ല. ഒരു കയറ്റത്തിൽ ഒരു ഇറക്കമുണ്ട് എന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത്. ഷൗട്ട് ഔട്ട് ടു അമ്മ. അമ്മന്റെ ഷൗട്ട് ഔട്ട് ചെയ്ത് വീട്ടിൽ നിന്ന് പുറത്താക്കും. അതുണ്ടാവും. ഏയ് വേറെ എന്തൊക്കെയോ വൈബ് ഇവിടെ എത്തിയപ്പോ. വേറെ ലൈക്ക് ഒരു ലൈറ്റ് ഹൗസ്.
സോറി ഗൈസ്, ക്യാമറ കുറച്ച് ഷേക്ക് ആവുന്നുണ്ട്. എനിക്ക് പണ്ടത്തെ ആ ഒരു വീഡിയോ എടുക്കുന്ന ഒരു ഇത് വരുന്നില്ല. കുറേ കാര്യങ്ങളായിട്ട് ഞാൻ ബ്രേക്കിലായിരുന്നല്ലോ ഗൈസ്. എന്ത് ചെയ്യാനാ, വർക്ക് വാസ് ടു മച്ച്. അപ്പോൾ എൻ്റെ ക്രിയേറ്റിവിറ്റി എനിക്ക് അങ്ങോട്ട് പുറത്തേക്ക് എടുക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. പോരാത്തതിന് കണ്ടൻറ്റും ഇല്ല. എന്ത് ചെയ്യാനാ, കണ്ടൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ പോയി കഴിഞ്ഞാൽ വർക്കിന് പോകാൻ സമയം ഉണ്ടാവില്ല. ഏതെങ്കിലും എന്താണ് എന്തെങ്കിലും പറയാണെങ്കിൽ മുഖത്തേക്ക് പറയണം, മനസ്സിലായോ? ആണ് നമ്മുടെ വ്യൂ ഗൈസ്. ദിസ് ഈസ് our വ്യൂ and this is my view. Ladies, hi. ഇത് വന്നിട്ടുണ്ട്. This is what is this? കട്ട് പ്രാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ്റെ ഒരു ഐറ്റം ആണ്. ഇറ്റ്സ് എ ലിറ്റിൽ സ്പൈസി. അതെ, നമ്മൾ ഉദ്ദേശിച്ചത് കുറച്ചുകൂടി മിൻസ്ഡ് ആയിട്ടുള്ള വേർഷൻ. ഇവിടെ അങ്ങനെ അത്ര വെട്ടുന്നില്ല തോന്നുന്നു. കുഴപ്പമില്ല, നമുക്ക് വിഷയമില്ല. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് കുറച്ച് എരിവുള്ളൊരു വേർഷനാണ്. അപ്പോൾ നമുക്ക് അത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഇതിൽ ഇതിൻ്റെ സ്പൈസസ് സിറ്റിംഗ് മീ ലൈക്ക് ഇറ്റ് സ്പൈസി. പക്ഷേ ഐ ലവ് സ്പൈസ് സോ മച്ച്. പിന്നെ എനിക്ക് ഒരു ബാർബിക്യൂ സോസിൻ്റെ എന്തോ ഒരു ഇതുണ്ടായിരുന്നു. ഓവറോൾ ഐ ലൈക്ക് ഇറ്റ്. ബട്ട് പീപ്പിൾ ഹു ഡോണ്ട് ലൈക്ക് സ്പൈസി ഫുഡ് ഡോണ്ട് ഗോ ഫോർ ഇറ്റ്. ഒരു ടെമ്പേർഡ് ഡൗൺ വേർഷൻ നോക്കാം. ആൻഡ് ഇറ്റ് ഓൾസോ ഹാസ് ലൈക്ക് എ ഫിഷിൻ്റെ ഓയിലിൻ്റെ എന്തോ ഒരു ടേസ്റ്റ്. സോ ഫിഷി ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഡോണ്ട് ഗോ ഫോർ ഇറ്റ്. ബട്ട് ഐ ലവ് ഇറ്റ്. ദെയർസ് എ ഫിഷ് ഓയിൽ ഇൻ ഇറ്റ്. നല്ല രസമുണ്ട്. പക്ഷേ ഐ ലവ് ഇറ്റ് ലൈക്ക് റിയലി മച്ച്. ദിസ് ഈസ് പാഡ് തൈ. Okay, pad thai കഴിച്ചിട്ടുള്ള first reaction from Michelle ചേച്ചി, what was it? It's a little salty. It's a little sweet. Okay, നമുക്ക് നോക്കാം. What is it made of? It's made of like noodles, glass noodles, അല്ലേ? It has like glass noodles, egg, fish, a lot of things. എന്നെ വിചാരിക്കുന്നു ഞാൻ തെറ്റാണെങ്കിൽ എന്നെ ആരും ഹോണ്ട് ചെയ്യാൻ നിൽക്കരുത് guys. It's fishy, right? Is it sweet, spicy? But it's guys, pad thai കഴിക്കുവാണ്. I wanted to try that for a long time. Is here. It's a very acquired taste. Like, first time ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് അത്ര എന്താ പറയുക, I had mixed things. It was sweet, it was a little tangy, ആ എഗ് ഉണ്ട്, ആ ഫിഷിനെസ് ഉണ്ട്, എല്ലാം ഉണ്ട്. I was confused. പക്ഷേ after you start eating it, you'll be like, wow, this is good. Ippo I feel like that. Because Ippo I kind of like it. But at first I was like, little concerned. But I like this. I really do. ഇതിൽ ലൈക്ക് എന്താ പറയുക നോക്കും, ഗ്ലാസ് നൂഡിൽസ്, ഫിഷ്, വാട്ടർ, എന്താ പറയുക വാട്ടർമെലൻ. ഈ പെണ്ണ് വാട്ടർമെലൻ എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്കില്ല വാട്ടർമെലൻ. സോറി, ഇല്ല എഗ്ഗോ, everything is there. I really like it. Very nice. Almond skewers, very crispy on the outside, very delicate on the inside. Inde kuda teriyaki sauce undainu. I personally did not like it with the teriyaki sauce. Eniki idu ingane kaikkananu ishtayadu. But it has a very fishy taste. Okay, so fishy taste ishtalatha aalkare don't try this at all. But I loved it. Eniki ishta. I am very used to fish. ഞാൻ ചെറുപ്പം തൊട്ടേ കഴിക്കുന്ന സാധനം ആയതുകൊണ്ട് it's not very foreign to me. So I like it. I like it without the sauce. Because I am a person who enjoys that fishy taste a lot. So like, it is really good. Skin ഭയങ്കര crispy. It's very nice. പട്ടായയുടെ തെരുവുകളിൽ കൂടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ നട്ടു എക്സ്പ്രഷൻ ഒന്നും ഉണ്ടില്ല. എന്താ ഷ്രൈൻസ് ഒക്കെ ഉണ്ട് ഇവിടെ ഗൈസ്. പിന്നെ ഇത് നേരെ ബീച്ചിൻ്റെ സ്ഥലത്തായതുകൊണ്ട് നല്ല കാറ്റുണ്ട്. ആൻഡ് വെരി നൈസ് അല്ലേ കേട്ടോ, നല്ല കാറ്റുണ്ട്. നമ്മൾ മറ്റേ എന്താ സ്ഥലത്തിൻ്റെ പേര്, ത്രീ മൊമെന്റ്സിന് ഇറങ്ങി. പക്ഷെ ആള് നമ്മളെ കറക്റ്റ് സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്തില്ല. സോ നമ്മൾ വെച്ച് ഇറങ്ങി നടക്കാൻ നമുക്ക് അറിയാത്ത സ്ഥലമൊന്നും അല്ലല്ലോ. സോ നമ്മൾ ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നല്ല രസമുണ്ട്. ഇറ്റ്സ് ലൈക്ക് ദിസ് എവ്രിവെയർ. ഐ ലൈക്ക് ഇറ്റ് സോ മച്ച്. കാരണം ബീച്ചിൻ്റെ കാറ്റ് അതൊക്കെ ഒരു രസമാണല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ കുറേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗൂഗിൾ മാപ്പ് ഒക്കെ ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിലും ഇവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര സ്വീറ്റാണ് കേട്ടോ. സോ വി കൻ ജസ്റ്റ് ആസ്ക് ദം, ദേ വിൽ ആക്ച്വലി ഷോ യു ദ വേ. ഇംഗ്ലീഷ് കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും കുഴപ്പമില്ല. Comparatively, it's a very nice place. Even if you get lost, I feel we'll find our way. That's like that.
ഇനി നമ്മളൊരു ക്രൂസിന് പോവാണ് ഗൈസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്ക് നടക്കും. ഹലോ ഗൈസ്, അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവളെന്താ ഡ്രസ്സ് മാറ്റാൻ വേണ്ടി മാത്രമാണോ ഈ ഇവിടേക്ക് വന്നിരിക്കുന്നത്? നമ്മൾ നമ്മുടെ ഔട്ട്ഫിറ്റ് നമ്പർ 2 ഇട്ടിട്ട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ക്രൂസിന് പോവാണ് ഗൈസ്. സോ നമ്മളൊരു ക്രൂസ് ഔട്ട്ഫിറ്റാണ് ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ദിസ് ഈസ് മൈ ക്രൂസ് ഔട്ട്ഫിറ്റ്. യെസ് ഗൈസ്, ഞാൻ കണ്ടോ ഐഷാഡോ ഇട്ടുണ്ട്. ഈ ക്രൂസ് ഒരു പ്രത്യേക തരം ക്രൂസാണ്. എന്താണെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. എവറിത്തിങ് ഇസ് പ്ലാൻ ബൈ ചേച്ചി ആൻഡ് ശ്വേത ആൻഡ് നട്ടാഷ. സോ നമ്മൾ അങ്ങോട്ട് പോവുക. നട്ടാഷ ഡ്രസ്സ് സെറ്റ് ചെയ്യുന്നുള്ളൂ. നട്ടു ഡ്രസ്സ് സെറ്റ് ചെയ്യുന്നുള്ളൂ. അത് കുറച്ച് സ്റ്റൈലിസ്റ്റ് ആണ്, അപ്പോൾ കുറച്ച് നേരെ എടുക്കും സെറ്റ്. അങ്ങനെയൊന്നുമില്ല ഗൈസ്. എൻ്റെ വ്യൂവേഴ്സൊക്കെ നല്ല സ്വീറ്റ് കൈൻഡ് ഹാർട്ടഡ് പീപ്പിൾസ് ആണ്. ആരും കാരണം അധികം ആൾക്കാരില്ല, എല്ലാം കുടുംബക്കാരാണ്, എനിക്കറിയാം. സോ നമ്മളിനി ക്രൂസിന് പോകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഡ്രസ്സ് മാറുകയാണ്. മര്യാദയ്ക്കൊന്നും വ്ളോഗ് എടുക്കാൻ പറ്റുന്നില്ല. ഐം സോ സോറി അബൌട്ട് ദാറ്റ്. കാരണം ടൈം ഇസ് റിയലി റണ്ണിങ് ഔട്ട്. കാരണം നമ്മൾ ഒരു ദിവസമേ പട്ടായയിലുള്ളൂ. ആൻഡ് ദെൻ ടുമോറോ വി ആർ ഓഫ് ടു ബാങ്കോക്ക്. ഐ സ്വെയർ ബാങ്കോക്ക് വീഡിയോസ് കുറച്ചും കൂടി നല്ല സെറ്റായിട്ട് എടുക്കാം. സോ ഇനി ബാക്കി വിശേഷങ്ങൾ ക്രൂസിലാവാം ഗൈസ്. അപ്പം നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ഒന്നും കൂടി എടുക്കാം. പിന്നെ ഇത് ഈ ഇയറിങ്സ് കേർട്ടസി ടു സമൃദ്ധ സാജനാണ്. സമൃദ്ധ സാജൻ എവിടുന്ന പൊക്കിയെന്ന് പോലും എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷേ സച്ചു, താങ്ക് യു സോ മച്ച്. സച്ചുവിന് ഒരു കപ്പിൻക കൊടുത്തിരിക്കുന്നു ഈ വീഡിയോയിൽ കൂടെ. യെസ്, ഇറ്റ്സ് നൈസ്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് ഇറങ്ങുമ്പോഴുള്ള വ്ളോഗ് എടുക്കാം ഗൈസ്. ലെറ്റ്സ് ഗോ. ശരിടാ എന്നോട് ഈ ചതി വേണ്ടിയിരുന്നില്ല. അതെ, അത്രേ ഉള്ളൂ ഗൈസ്. ഓക്കെ, ഔട്ട്ഫിറ്റ് ചെക്സ്. എല്ലാവരും ഓരോരുത്തർ ഔട്ട്ഫിറ്റ് ചെക്സ് ചെയ്യൂ. 1 2 എല്ലാരും ഒന്ന്. ഓക്കെ, 2. ഇനി അടുത്ത 3 4. ഇതെന്താ മറ്റേ ഗൈസ്, ഒന്നും വിചാരിക്കരുത്. ഇത് ഇങ്ങനെയാണ്, ഇവിടെ ഇങ്ങനെയാണ്. കണ്ടില്ലേ ആ മനോഹാരിത? പട്ടായ സിറ്റി. ആൻഡ് ഇവിടെ നട്ടാശയും പിന്നെ ശ്വേതയും പിന്നെ ചേച്ചിയും. ലെറ്റ്സ് ഗോ ഗൈസ്. നമുക്ക് നമ്മുടെ ക്രൂസ് ഷിപ്പ് വിട്ടോ ഇല്ലയെന്ന് പറയാൻ പറ്റും. വിട്ട് കഴിഞ്ഞാൽ ഇവിടെ നിന്നൊരു ക്രൂസ് ആയിരിക്കും. കാണുന്നുണ്ട്, നീന്തി പൊക്കൊന്ന്. എത്തി ഗൈസ്. നമ്മൾ ഇതല്ല നമ്മുടെ ക്രൂസ് ഷിപ്പ്. ഇതിൽ കൂടെ നമ്മൾ ക്രൂസിൽ പോകുന്നതായിരിക്കും. നമ്മൾ കുറച്ച് നേരമായിട്ട് ആ ചേട്ടനോട് VIP കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ആ ചേട്ടൻ VIP ഒഴികെ ബാക്കി എല്ലാം നമുക്ക് തരുന്നുണ്ട്. അതാണ് സത്യം. എന്ത് ചെയ്യാൻ, ലാംഗ്വേജ് അറിയാത്തതിന്റെ പ്രശ്നങ്ങളാണ്. അതെ, നമുക്ക് കിട്ടേണ്ടതാണ്, നമുക്ക് കിട്ടും. പക്ഷെ അറിയില്ല, ചോദിച്ചോക്കാം. ചേച്ചി ഇപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ് നമ്മള്. ഹായ് ഹായ് ഹായ്. കിട്ടി, നമ്മുടെ ടീമിൽ കിട്ടി. അച്ഛൻ പിടിക്കാത്താണ് നമ്മുടെ ക്രൂസ് ബോട്ട് സാപ്പിള്. ഇതൊരു ക്രൂസ് ഷോ ആണ്. ഇവിടെ മൊത്തം ഒച്ചപ്പാടും ബഹളമാണ്. ഫുഡൊക്കെ ഉണ്ട്. ഫുഡ് കാണിച്ചു തരാം. ഫുഡ് ചിക്കൻ ഉണ്ട്, സം ബീഫ് ഉണ്ട്, വിങ്സ്, റൈസ്, പിന്നെ നമ്മുടെ കുറച്ച് തായ് ഡെസേർട്ട്സ് ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാ എന്താണെന്നൊന്നും അറിയില്ല സത്യം പറഞ്ഞാൽ. This is the atmosphere they have. നമുക്ക് VIP seats ആണ് കിട്ടുന്നത്. So that's why we are like very close to the stage. ഓ നട്ട് കുറച്ച് പതുക്കെ നോക്കണം. പരിപാടി കഴിഞ്ഞ ഗൈസ് നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല, അടിപൊളി കാണാനാണ്. ദിസ് ഇസ് ദ വ്യൂ. ഓ ലൈക്ക് ഇത് ഈ ക്രൂസ് ഇവിടെ ഉണ്ടാവും, നമ്മൾ ഇവിടേക്ക് എത്തുന്നതായിരിക്കും. നമ്മളിപ്പോൾ ഉള്ളത് ബാഡ് ബസ് അല്ലേ? യെസ് ഗൈസ്, ഇതാണ് ബാഡ് ബസ്. നമ്മുടെ ബസ് പോലെ തന്നെ, പക്ഷെ വേറെ ടൈപ്പ് ബസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ലൈക്ക് കുറേ ആൾക്കാരെ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ കണ്ട പോലെ നമ്മൾ കൊണ്ടുപോകും. ആൻഡ് ലൈക്ക് ഒരു പാട്ടോ ഒക്കെയാണ് നമുക്കൊരു സ്ഥലത്തേക്ക് എത്താൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. ലൈക്ക് ബസ് സിസ്റ്റം പോലെ തന്നെ, നോട്ട് ലൈക്ക് ഇവിടെ അങ്ങനെ പ്രൈവറ്റ് ബസ്സുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ദിസ് വാട്ട് ഐ സീൻ. സോ ഇതാണ് അവർ യൂസ് ചെയ്യുന്നത്. ലൈക്ക് അടുത്തുള്ള ഓരോ സ്ഥലത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് പറയുന്ന സ്ഥലത്ത് അവർ നിർത്തും. ഇതിങ്ങനെ ഒരു സിറ്റി മൊത്തം ഇങ്ങനെ സർക്കിൾ ചെയ്യുക ചെയ്യാം. അപ്പം ഇത് നമ്മളൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി കയറിയതാണ് ഗൈസ്. ഐ ലൈക്ക് ഇറ്റ്. ഇവിടെയാണ് ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നത്. ആൻഡ് ഇൻ ദിസ് പ്ലേസ് ഇവിടെയാണ് നമ്മുടെ സീ വരുന്നത്. ഇറ്റ്സ് വെരി നിയർ ടു ദ സീ. ഇറ്റ്സ് വെരി നിയർ ടു ദ പട്ടായ ബീച്ച്. നമ്മളൊരു യൂട്യൂബ് കണ്ടിട്ട് ഒരു റീല് കണ്ടിട്ട് മിഷേൽ ചേച്ചി കണ്ട് സജസ്റ്റ് ചെയ്ത ഒരു സ്ഥലമാണ് അല്ലേ ഈ റീല് കണ്ടിട്ട്. അത്യാവശ്യം അടിപൊളി സ്ഥലമാണെന്ന് പറയുന്നത്. ആംബിയൻസ് വൈസ് ഇറ്റ്സ് വെരി നൈസ്. ബാക്കി എന്താണെന്ന് അറിയില്ല. ഇതിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ ടോർച്ച് അടിച്ചിട്ട് വേണം നമ്മൾ മെനു വായിക്കാൻ. ഒരു ഇതാണ്, കാരണം ഈ ലൈറ്റ് വെറും ഈസ്തറ്റിക്സാണ്, അതുകൊണ്ടൊരു സാധനവും കാണില്ല. കണ്ടുകൊണ്ടിരിക്കുന്നത് ക്രപ്പ് ഉണ്ടാക്കലാണ് ഗൈസ്. ഇത് ഒരു സ്വീറ്റ് ഡിഷാണ്, ശ്വേതയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്വീറ്റ് ഡിഷ്. അപ്പോൾ ഏതായിരുന്നു ശ്വേത നമ്മൾ കഴിക്കുന്നത്? ഓ ബനാന നട്ടല്ല ക്രപ്പ്. നട്ടില്ല, നീങ്ങിന്നോ ഗൈസ്. പരത്തി കണ്ടില്ലേ ഗൈസ്? പരത്തി പൊറോട്ട ഇടിക്കുന്ന പോലെ ഒരാൾ പറഞ്ഞതാണ്. പക്ഷേ ഈ സൗന്ദര്യം കൊണ്ട് വലിയ കഷ്ടമായല്ലോ. ഇന്ന് കാട്ടണേ കണ്ടില്ലേ? റപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഉള്ളിലേക്ക് ഇനി ഇതെന്താ, ഹണിയോ അതോ ഓയിലോ? ഓയിലായിരിക്കും. ഓയിലാണ് ഗൈസ്. വളരെ ഹെൽത്തിയാണ്. മുട്ടയ്ക്ക് ഉണ്ട് പ്രോട്ടീൻ. ജിം ടീച്ചർ വുഡ് ബി പ്രൗഡ് ഓഫ് യു അല്ലേ? ജിം ആശാൻ കണ്ടില്ലേ? നല്ല ശുദ്ധമായ എണ്ണ. എന്ത് ചെയ്യാനാ, സ്ട്രീറ്റ് ഫുഡ് ഒരു വീക്ക്നെസ് ആയിപ്പോയി. എൻ്റെ ഫേവറേറ്റ് പ്ലേസിലേക്ക് വന്നിട്ടുണ്ട് ഗൈസ്, വിച്ച് ഇസ് മാങ്ങ മേടിക്കാൻ ഗൈസ്. മാങ്ങ എനിക്കൊരു വീക്ക്നെസ് ആണ്. ഇതാണ് എൻ്റെ ഉദ്ദേശം. കുറച്ച് പുഴുവറുത്തതായാലോ? എല്ലാം നമ്മൾ വീട്ടിൽ കൊന്ന് തള്ളുന്ന സാധനങ്ങൾ ഇവിടെ കൊന്ന് തിന്നുന്നു, അത്രയേ ഉള്ളൂ ഗൈസ് അല്ലേ? കറക്റ്റ്. വരും. നമുക്കിനി ബീച്ചുകളിൽ പോയി ഇതെങ്ങനെയെങ്കിലും ഇരുന്ന് കഴിക്കാൻ ഗൈസ്, അല്ലാണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. കണ്ടില്ലേ ഗൈസ്? സമയം 10:30 ആയിട്ടുണ്ട്. പക്ഷെ പട്ടായയിൽ ഇപ്പോൾ എല്ലാവരും വരുന്നേ ഉള്ളൂ. ഇപ്പോഴാണ് അവർക്ക് രാവിലെ, ഐ മീൻ ഒരു വൈകുന്നേരം മൂടാവുന്നത്. നമ്മളിപ്പോൾ ഒരു ബീച്ചിലിരിക്കുകയാണ്. നമ്മൾ ക്രേപ്പ് കഴിക്കാം. പഴം പുഴുങ്ങിയത് എനിക്ക് ആദ്യം അങ്ങനത്തെ ഒരു ടേസ്റ്റ് കിട്ടി. പക്ഷേ ഇറ്റ്സ് വെരി സട്ട്ലി സ്വീറ്റ്. നൈസ്. എനിക്കിഷ്ടമായി. ഇറ്റ്സ് നൈസ്. പക്ഷെ എനിക്ക് ആ പഴം വേണ്ടാണ്ട് ആ വെറും ആ സാധനം മാത്രമായിട്ട് എന്ന് വെച്ചാൽ ആ ക്രീപ്പ് മാത്രമായിട്ടാണ് ഈ അവിടെ എൻജോയ്ഡ് മോഡ്. സോസും ഇല്ലാണ്ട് ആ ഒരു മധുരം മതി. അങ്ങനെ സോസ് ആഡിങ് ടു മച്ച് സ്വീറ്റ്നെസ് എന്ന് എനിക്ക് തോന്നുന്നു. ഒരു ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നെസ്. മറ്റേതിന് ഹാഡ് ഒരിത് എനിക്കൊരു നമ്മുടെ സ്വീറ്റ് ബൺ പറാട്ട പോലെയൊക്കെ തോന്നാം. അങ്ങനെ എൻ്റെ സ്ഥിരം കലാപരിപാടി അധികം റൈപ്പാവാത്ത മാങ്ങയും മറ്റേ സ്പൈസി മിക്സും. ഇവിടെ സൂപ്പറായിട്ട് കഴിക്കുന്നുണ്ട്. ഇവിടെയും സൂപ്പറായിട്ട് കഴിക്കുന്നുണ്ട്. വൻ കഴിക്കൽ തന്നെ. ഗുഡ് മോർണിംഗ് ഗൈസ്. സമയം ഇപ്പോൾ 9:40. നമ്മൾ ഡേ 2 ഇൻ പട്ടായ. വിൽ ചെക്ക് ഔട്ട് ആക്ച്വലി. നമ്മളൊരു ദിവസം പട്ടായയിലുള്ളൂ. ഗൈസ് കണ്ടോ നിങ്ങൾക്ക് എൻ്റെ മുടി ഇരിക്കണുണ്ടോ ഗൈസ്? ഇതാണ് ക്ലോറിൻ വെള്ളത്തിൽ ഞാൻ കുളിച്ചാൽ ഉണ്ടാകുന്ന എഫക്റ്റ്. മുടി ഇങ്ങനെ കേളി ബൗൺസി ആയിട്ടിരിക്കും. പക്ഷേ ദാറ്റ് ഈസ് ലൈക്ക് സോ ബാഡ് ഫോർ മൈ ഹെയർ. അപ്പം ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് താഴെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ബഫേ ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഞാൻ 7-Eleven പോയിട്ട് കുറച്ച് വൈറൽ സാധനങ്ങൾ ട്രൈ ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ
അതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി. ഐ ജസ്റ്റ് ബ്രഷ് മൈ ഹെയർ. ഒരു ചെറിയ കോൾഡ് ഉണ്ട്. ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ ടെമ്പറൻസ് ഡിഫറൻഷ്യൽ ആൻഡ് എവറിത്തിങ്. പിന്നെ എനിക്ക് രാവിലെ എണീറ്റാൽ അങ്ങനെ ഒരു ഇതുണ്ട്, ഒരു ചെറിയ കോൾഡ് പോലെ വരും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്തിട്ട് വി ഹാവ് ടു ഗോ ടു ബാങ്കോക്ക്. അപ്പോൾ ബാഗൊക്കെ പാക്ക് ചെയ്യണം. സോ യാ, ലെറ്റ്സ് സീ. തുടങ്ങണമെന്ന് മാത്രം അറിയുന്നു. ഒരറ്റം പിടിച്ചങ്ങ് തുടങ്ങ്. പ്ലേറ്റ് എടുക്കാം. ആരെ എല്ലാം ഒന്ന് നോക്കാം ഗൈസ്. കുറേ അസോർട്ടഡ് ബ്രെഡ് സെക്ഷൻസ് ഉണ്ട്. പിന്നെ നമുക്ക് കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്. രാവിലെ തന്നെ സൂഷിയോ, ദൈവമേ, അച്ചാറുണ്ട്, ബാജിയുണ്ട്, ബ്രെഡ് പക്കോട ഉണ്ട്. lot of things. Guys, lot of things ഉണ്ട് ഇവിടെ. stir fry chicken. ഇതൊക്കെ നമ്മുടെ തായ് ഐറ്റംസ് ആണ് ഗൈസ്, തായ് ഐറ്റംസ്. ഇതുപോലെ ഐഡിയയിൽ എന്ത് ചെയ്യണം. മോർണിംഗ് ചേച്ചി. ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ ഭക്ഷണങ്ങൾ. ദിസ് ഈസ് എൻറ്റയർലി ഫുൾ തായ് ഐറ്റംസ്. ദിസ് നമ്മുടെ സാധാ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം. അതിൽ സ്പെഗറ്റി മാത്രം ഇംഗ്ലീഷിലില്ല. പിന്നെ നമുക്ക് കുറച്ച് ബ്രെഡ്സ് ആൻഡ് അസോർട്ട്സ്, പിന്നെ കുഞ്ഞ് പൈനാപ്പിൾ on the other side. സോ യെസ്, അവിടെയും അങ്ങനത്തെ ഓരോ ഐറ്റംസ് ഒക്കെയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇവിടുത്തെ ആൾക്കാർ വന്നിട്ടില്ല ഗൈസ്, അവിടുത്തെ ആൾക്കാരും വന്നിട്ടില്ല ഗൈസ്. ബൈ ബൈ ടു പട്ടായ പറയാല്ലേ എന്നിട്ടു. ഗൈസ് ഫുൾ പാക്ഡ് ആണ് ഗൈസ്, എല്ലാം ഡൺ. വി ആർ സേയിങ് ബൈ ബൈ. ബൈ ബൈ പറയും നട്ടു. നമ്മളിതാ അവിടുന്ന് മിനി വാനിലേക്ക് കയറുകയാണ്. നമ്മൾ ഡിസ്കവറി പട്ടായ ബീച്ച് റിസോർട്ടിൽ നിന്ന് നമ്മൾ പോവാണ്. ഒരു നല്ല അടിപൊളി ഫോട്ടോസ് ഒക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ഭയങ്കര ഫ്രണ്ട്ലി പീപ്പിളാണ്. അതിനിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ യെസ്, നമുക്ക് പോവാം ഗൈസ്, ലെറ്റ്സ് ഗോ.